നമസ്കാരം. ജേക്കബ് ജോജിൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് പാഠഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരികയാണ്. സെക്കൻഡ് യൂണിറ്റിന്റെ പേര് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നാണ്. വാക്കുകളും പ്രവൃത്തികളും. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ കോൺസെപ്റ്റ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഇനി നമുക്ക് ഈ സെക്കൻഡ് യൂണിറ്റിന്റെ ഒരു ജനറൽ ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ മഹാത്മാഗാന്ധിയുടെ കോട്ട് വായിക്കാം. കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ് ബിക്കോസ് യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ്. കീപ് യുവർ വേർഡ്സ് പോസിറ്റീവ് ബിക്കോസ് യുവർ വേർഡ്സ് ബിക്കം യുവർ ബിഹേവിയർ. സോ വളരെ സിമ്പിളായിട്ട് വളരെ വലിയൊരു മെസ്സേജ് മഹാത്മാഗാന്ധി ഈ ഒരു കോട്ടിലൂടെ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. ഓൾവേസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ്. സോ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്തുക. അതാണ് ആദ്യത്തെ പോലെ. കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ് ബിക്കോസ് യുവർ തോട്ട്സ് ആർ യുവർ വേർഡ്സ്. എന്തുകൊണ്ടാണ് തോട്ട്സ് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് അവർ തോട്ട്സ് ആർ അവർ വേർഡ്സ്. നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ വാക്കുകളായി വരുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ വാക്കുകളായി വരുന്നത്. ഓൾവേസ് കീപ് യുവർ വേർഡ്സ് പോസിറ്റീവ്. നിങ്ങളുടെ വാക്കുകൾ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്തുക. ബിക്കോസ് യുവർ വേർഡ്സ് ബിക്കം യുവർ ബിഹേവിയർ. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളാണ്. സോ അതുകൊണ്ട് യു ഓൾവേസ് കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ് ബിക്കോസ് തോട്ട്സ് ആർ യുവർ ബിഹേവിയർ. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് നിലനിർത്തണം. കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ സ്വഭാവമായി പരിണമിക്കുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ്, വേർഡ്സ് ബിക്കം അവർ ബിഹേവിയർ. സോ ഓൾവേസ് കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ്, then your words will become positive. If your words are positive, then naturally your behavior become positive. So always keep your thoughts positive. Now naturally your thoughts become your behavior becomes positive. Okay, so ഇതാണ് ഈ ഒരു കോട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. The theme of this unit is the necessity of the symbiotic relationship between words and deeds. അതായത് വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ഈ ഒരു യൂണിറ്റ് ചർച്ച ചെയ്യുന്നത്. എന്താണ് സിംബയോട്ടിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ്? സോ ഒരു ലിവിങ് സിസ്റ്റത്തിൽ രണ്ട് വ്യത്യസ്ത ഓർഗാനിസംസ് പരസ്പരം ബെനിഫിഷ്യൽ ആയ രീതിയിൽ ജീവിച്ചു പോരുന്നതിനെയാണ് സിംബയോട്ടിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്ന വേർഡ്സ് ആൻഡ് ഡീഡ്സ്, ഈ വാക്കുകളും പ്രവൃത്തികളും ഒരേ ലിവിങ് സിസ്റ്റത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവ രണ്ടും പരസ്പരം ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ, പരസ്പരം ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരുമിച്ച് വരിക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ വാക്ക് ആയിരിക്കണം നമ്മളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറയാവൂ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. The unit aims at inculcating the right values through a few examples. It consists of the essay And Then Gandhi Came by Jawaharlal Nehru. So And Then Gandhi Came by Jawaharlal Nehru. Then the story The Price of Flowers, written by Prabhat Kumar Mohodpadyay and translated by Leela Ray, and the poem Death the Leveler by James Shirley. So മൂന്ന് ചാപ്റ്റേഴ്സാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ളതാണ്. രണ്ടാമത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയത് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അത് ലേറ്റർ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ലീല റേ. ദെൻ അതിനുശേഷം ലാസ്റ്റ് ഒരു പോയമാണ് വന്നിരിക്കുന്നത്. അത് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയമാണ്. അത് എഴുതിയിരിക്കുന്നത് ജെയിംസ് ഷേർലിയാണ്. അങ്ങനെ മൂന്ന് ചാപ്റ്റേഴ്സാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. So let's begin. Deeds must be an execution of words. Mahatma Gandhi, the father of our nation, was true to his words in his deeds. His life was in fact his message. So ഇവിടെ മഹാത്മാഗാന്ധിയുടെ he was our father of nation. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ്.
അതായത് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. സോ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. In 1939, Albert Einstein wrote thus about Gandhiji on his 70th birthday. ഗാന്ധിജിയുടെ 70th ബർത്ത്ഡേയോടനുബന്ധിച്ച് 1939 ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയ ഒരു കുറിപ്പുണ്ട്. നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം. എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ അൺസപ്പോർട്ടഡ് ബൈ എനി ഔട്ട്വേർഡ് അതോറിറ്റി. എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ 2 സെൻറ്റൻസേ ഉള്ളൂ കേട്ടോ. അത് അദ്ദേഹത്തിൻ്റെ അത്ര വലിയൊരു മെസ്സേജാണ്. ആ മെസ്സേജ് ആപ്പാടെ 2 സെൻറ്റൻസേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ, സോ അദ്ദേഹം ഒരു ജനതയുടെ നായകൻ. അൺസപ്പോർട്ടഡ് ബൈ എനി ഔട്ട്വേർഡ് അതോറിറ്റി, അദ്ദേഹത്തിന് പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ടും സഹായവും ഇല്ലായിരുന്നു. എ പൊളിറ്റീഷ്യൻ whose success rests not upon craft nor the mastery of technical devices but simply on the convincing power of his personality. A politician whose success rests not upon craft nor the mastery of technical devices. സോ എന്തെങ്കിലും സൂത്രപ്പണികൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ ഡിവൈസസിൻ്റെ സഹായത്തോടെയല്ല ഒരാൾ പൊളിറ്റീഷ്യനായി മാറുന്നത്. പിന്നെയോ ബട്ട് സിംപ്ലി ഓൺ ദ കൺവിൻസിങ് പവർ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഉപയോഗിച്ച് ഒരു വലിയ വിഭാഗം ജനത്തെ കൺവിൻസ് ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തി ഒരു പൊളിറ്റീഷ്യനായി മാറുന്നത്. ദ വിക്ടോറിയസ് ഫൈറ്റർ ഹു ഹാസ് ഓൾവേസ് കോൺ ദ യൂസ് ഓഫ് ഫോഴ്സ്. സോ ഫോഴ്സിൻ്റെ സഹായമില്ലാതെ, ആർമിയുടെ സഹായമില്ലാതെ ഒരു വിജയിച്ച പോരാളിയായി മാറിയ ഒരു മനുഷ്യൻ. എ മാൻ ഓഫ് വിസ്ഡം ആൻഡ് ഹ്യൂമിലിറ്റി, എ മാൻ ഓഫ് വിസ്ഡം, അറിവിൻ്റെ ഒരു ഭണ്ഡാകാരമാണ് അദ്ദേഹം. ആൻഡ് ഹ്യൂമിലിറ്റി, വളരെ ലളിത ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം. ആംഡ് വിത്ത് റിസോൾവ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ കൺസിസ്റ്റൻസി, യാതൊരു രീതിയിലുമുള്ള ഇൻകൺസിസ്റ്റൻസിയും ഇല്ലാത്ത മനുഷ്യൻ, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ, സ്ഥിരതയുള്ള മനുഷ്യൻ. ഹു ഹാസ് ഡിവോട്ടഡ് ഓൾ ഹിസ് സ്ട്രെങ്ത് ടു ദ അപ്ലിഫ്റ്റിംഗ് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ദെയർ ലോഡ്. സോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവും മുഴുവൻ പ്രയത്നവും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ടു അപ്ലിഫ്റ്റ് ഹിസ് പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ ജനതയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്. ആൻഡ് ദ ബെറ്റർമെൻറ്റ് ഓഫ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. എ മാൻ ഹു ഹാസ് കൺഫ്രണ്ടഡ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് യൂറോപ്പ്, യൂറോപ്പിൻ്റെ ക്രൂരതയെ മുഖാമുഖം കണ്ടുമുട്ടിയ മനുഷ്യൻ. confronted the brutality of Europe with the dignity of his simple human being and thus at all times rise and superior. So യൂറോപ്പിൻ്റെ ക്രൂരതയെ ഒരു മനുഷ്യൻ്റെ ലാളിത്യം കൊണ്ട് നേരിട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യ വംശത്തിൻ്റെ ലാളിത്യം കൊണ്ട് യൂറോപ്പിൻ്റെ ക്രൂരതയെ നേരിട്ട് വിക്ടോറിയസ് ആയ, സുപ്പീരിയർ ആയ, വിജയിച്ച ഒരു മനുഷ്യൻ. സോ ഇത്രയും ഒരു സെൻറ്റൻസാണ് ഗാന്ധിജിയെക്കുറിച്ച് ഐൻസ്റ്റീൻ ഒരു സെൻറ്റൻസിൽ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു സെൻറ്റൻസ് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനറേഷൻസ് ടു കം, തലമുറകൾ ഇനിയും വന്നും പോകും. ഇറ്റ് മേ ബി വിൽ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത്. സോ ഇനി വരും തലമുറയോട് നമ്മൾ പറയുകയാണ്, ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുത്തിനും വിശ്വസിക്കാൻ പോകുന്നില്ല. സോ ഇങ്ങനെ 2 സെൻറ്റൻസിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ മനോഹരമായി ഗാന്ധിജി എന്ന വ്യക്തിയെ ഇവിടെ അനാവരണം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 1-2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, വാട്ട് ഇംപ്രഷൻ ഓഫ് ഗാന്ധിജി ഡു യു ഗെറ്റ് ഫ്രം ദ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഗിവൻ എബവ്? ഡിസ്കസ്. സോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് എന്തെല്ലാമാണ് മനസ്സിലായിരിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് എ ഫൈറ്റർ ഈസ് ഗാന്ധിജി? ഗാന്ധിജി ഏത് രീതിയിലുള്ള ഒരു ഫൈറ്ററാണ്? One must practice what one preaches. How far is the statement true of M.K. Gandhi, Mahatma Gandhi? One must practice what one preaches. അതായത് നമ്മൾ പറയുന്നതിൽ നമ്മൾ പ്രവർത്തിക്കാവൂ. ഇത് ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രയധികം ശരിയാണ്. സോ ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് എഴുതാവുന്നതാണ്. നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ്. അത് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ 3 ചോദ്യങ്ങൾ എടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഇത് എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ.
ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഹി വാസ് എ ഫ്രീഡം ഫൈറ്റർ. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. സോ ദെൻ ഹി വാസ് ദ സൺ ഓഫ് മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റു എന്ന് പറയുന്ന ആളുടെ മകനാണ് അദ്ദേഹം. ഹി വാസ് ദ ഫാദർ ഓഫ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആദ്യത്തെ സ്ത്രീ പ്രധാനമന്ത്രിയുടെ അച്ഛൻ കൂടിയാണ് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു. അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ, അത് വളരെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ. അതുമാത്രമല്ല, ഹി വാസ് എ ഗുഡ് ട്രാവലർ, ഹി വാസ് എ ഗുഡ് സ്കോളർ, ഹി വാസ് എ ഗുഡ് റൈറ്റർ. അങ്ങനെ പല വിശേഷണങ്ങളും ഇദ്ദേഹത്തിൻ്റെ തലയിൽ നമുക്ക് ചാർത്തി കൊടുക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കില്ല. കാരണം ഇദ്ദേഹം അതെല്ലാമാണ്. ജവഹർലാൽ നെഹ്റു 14 നവംബർ 1889 to 27 മെയ് 1964. 14 തീയതി നവംബർ 1889 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ദെൻ 27 മെയ് 1964, 1964 മെയ് മാസം 27 തീയതി ഇദ്ദേഹം മരണപ്പെടുകയാണ്. വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു പ്രൊമോട്ടഡ് ഡെമോക്രസി, socialism, secularism and unity while adapting modern values to Indian conditions. So democracy, socialism, secularism. Democracy ജനാധിപത്യം, സോഷ്യലിസം സാമൂഹ്യ നീതി, അതുപോലെ തന്നെ സെക്യുലറിസം മതനിരപേക്ഷത, ആൻഡ് യൂണിറ്റി ഏകത്വം, ഇതെല്ലാം അതോടൊപ്പം തന്നെ മോഡേൺ വാല്യൂസും കൂടി ഇന്ത്യൻ കണ്ടീഷനിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചിരുന്നു. Nehru was a prolific writer in English and wrote a number of books such as The Discovery of India, The Glimpses of World History and an Autobiography. In 1955, Nehru was awarded Bharat Ratna, India's highest civilian honor. So, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ബുക്കുകളാണ്. ഒന്ന് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, 2 ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഓട്ടോബയോഗ്രഫി. ഇത് 3 അദ്ദേഹത്തിൻ്റെ എടുത്തു പറയത്തക്ക ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇനി in 1955 he received Bharat Ratna, the highest civilian honor of Indian nation. Okay. And then Gandhi came എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇത് എടുത്തിരിക്കുന്ന ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിലേക്ക് വരാം. And then Gandhi came. It is written by Jawaharlal Nehru. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ വരവാണ്, കറക്റ്റ് സമയത്തുള്ള ഒരു എൻട്രിയാണ് ഇവിടെ നെഹ്റു ഈ ഒരു പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. When the country was in dire need of such a leadership, ആ സമയം രാജ്യം അത്ര ശക്തമായ ഒരു ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ഡാർക്ക്നെസ്. അതായത് ഇരുട്ടിനെ അകറ്റുന്ന ഒരു വെളിച്ചത്തിൻ്റെ ബീമായിട്ടാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. സോ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തുക എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധിയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു വിവരണമാണ് ജവഹർലാൽ നെഹ്റു നടത്തിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം. അവസാനം ഗാന്ധിജി വന്നു ബൈ ജവഹർലാൽ നെഹ്റു. World War First entered at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. So അങ്ങനെ വേൾഡ് വാർ ഫസ്റ്റ് അവസാനിച്ചു. വേൾഡ് വാർ ഫസ്റ്റ്, 1ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ സമാധാനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ത്യയിൽ സംഭവിച്ചത് അതല്ല. ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് അസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്, സമാധാനവും വികസനവും പ്രതീക്ഷിച്ച ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? ബ്രോട്ട് അസ് റിപ്രസീവ് ലെജിസ്ലേഷൻ, ഇവിടുത്തെ നിയമസംഹിതയെ അവരെ ഒപ്രസ് ചെയ്തു, അവർ അടിച്ചമർത്തി. ദെൻ ആൻഡ് മാർഷ്യൽ ലോ ഇൻ ദ പഞ്ചാബ്, പഞ്ചാബിൽ പട്ടാള ഭരണം ഏർപ്പെടുത്തി. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് എ പാഷനേറ്റ് ആങ്കർ ഫിൽഡ് അവർ പീപ്പിൾ. സോ ആളുകളുടെ ഉള്ളിലെല്ലാം വളരെ ശക്തമായ ഒരു പ്രതിഷേധവും ദേഷ്യവും ബ്രിട്ടനെതിരെ ഉയർന്നു വന്നു. വി ഹാഡ് ബിക്കം എ ഡെറിലിക്റ്റ് നേഷൻ, ഞങ്ങൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട രാജ്യമാണോ എന്ന് പോലും ആളുകൾ ചിന്തിച്ചുപോയി. യെറ്റ് വാട്ട് കുഡ് വി ഡു, നമ്മൾ എന്ത് ചെയ്യും? വി ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്. ഈ വിഷ്യസ് മീൻസ് ക്രൂവൽ. ഈ ക്രൂവൽ പ്രോസസ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യും, എങ്ങനെ മാറ്റും? We seem to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened.
So we seem to be helpless in the grip of some all powerful monster. ഈ ശക്തമായ മോൺസ്റ്റർ അല്ലെങ്കിൽ ഈ കൊടും ഭീകരന്റെ മുന്നിൽ എല്ലാ ഗ്രിപ്പുകളും നഷ്ടപ്പെട്ട് ഹെൽപ്ലെസ് ആയി എല്ലാ ഇന്ത്യക്കാരും നിൽക്കുന്ന ഒരവസ്ഥ. അവർ ലിംസ് ആർ പാരലൈസ്, ഞങ്ങളുടെ അവയവങ്ങൾ എല്ലാം പാരലൈസ്ഡ് ആയിരിക്കുന്നു, തളർന്നിരിക്കുന്നു. അവർ മൈൻഡ്സ് ഡെഡൻ, ഞങ്ങളുടെ മനസ്സ് ചത്ത് മരവിച്ചിരിക്കുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ, ധാരാളം ആളുകൾ. cut off from the land and incapable of any kind of manual or technical work. So വലിയ സംഖ്യ ജനങ്ങൾ അവരുടെ സ്വന്തം ദേശത്തുനിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്, ഏതെങ്കിലും രീതിയിലുള്ള കായികാധ്വാനത്തിനോ അല്ലെങ്കിൽ സാങ്കേതിക ജോലികൾക്കോ അവരെ കൊള്ളാത്ത രീതിയിൽ, ഉപയോഗക്ഷമത ഇല്ലാത്ത രീതിയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യ അപ്പോൾ. ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ് ആൻഡ് ഹെൽപ്ലെസ് ഹോപ്പ്ലെസ് സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറാസ്. സോ ഈ വലിയ വിഭാഗം ജനതയും അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിൽ രഹിതരുടെ ആർമിയിൽ അവരും ചേർന്നു. യാതൊരു പ്രതീക്ഷകളുമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ. ദേ ജോയിൻഡ് the army of unemployed with helpless and hopeless. ഇവിടെ മൊറാസ് എന്നുള്ള വാക്ക് ചതുപ്പ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറാസ്, അതായത് പ്രതീക്ഷ അറ്റ നിലയിൽ ചതുപ്പിലേക്ക് മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലായി ആ തൊഴിൽ രഹിതരുടെ ആ ഒരു ആർമി. They did not know where to look, for neither the old nor the new offered them any hope. അവർക്കറിയില്ല ഇങ്ങോട്ട് നോക്കണമെന്ന്. പഴയ ആളുകളോ പുതിയ ആളുകളോ അവർക്ക് യാതൊരുവിധ പ്രതീക്ഷകളും നൽകിയുമില്ല. What could we do? ഞങ്ങൾ എന്ത് ചെയ്യണം? How could we pull India out of this quagmire of poverty and defeatism? സോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യയെ എങ്ങനെ പുറത്തു കൊണ്ടുവരും? അതായത് ക്വാഗ്മയർ എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ക്വാഗ്മയർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എ ഡിഫിക്കൽട്ട് ആൻഡ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ ഓഫ് പവേർട്ടി ആൻഡ് ഡിഫീറ്റിസം, അതായത് ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ തോൽവിയുടെയും വളരെ ഡേഞ്ചറസ് ആയ, ഡിഫിക്കൽട്ടായ, ബുദ്ധിമുട്ടായേറിയ, സങ്കീർണമായ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആര് ഈ ജനതയെ പുറത്തു കൊണ്ടുവരും? Not for a few years of excitement and agony and suspense, but for long generations our people had offered their blood and toil, tears and sweat. So not for a few years of excitement and agony and suspense. ഇതൊരു 1-2 വർഷത്തെ ഒരു കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബട്ട് ഫോർ ലോങ് ജനറേഷൻസ്, അതായത് തലമുറകളുടെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ലോങ് ജനറേഷൻസ് ഓഫ് പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. സോ തലമുറകളായി അവരവരുടെ രക്തവും വേർപ്പും ചോരയും എല്ലാം, അവരുടെ പ്രയത്നവും എല്ലാം അവർ നൽകിയിരിക്കുന്ന ഈ ഒരു നാടിന് വേണ്ടിയിട്ടാണ്. And this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. So ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പവേർട്ടിയുടെയും ഡിഫീറ്റിസത്തിൻ്റെയും ഈ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആത്മാവിലേക്കും അവൻ്റെ ശരീരത്തിലേക്കും ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ആൻഡ് ഇറ്റ് പോയിസൺഡ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെയും വിഷലിപ്തമാക്കിയിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആ അവസ്ഥയിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths, like a beam of light that pierced the darkness and removed the scales from our eyes, like a whirlwind that upset many things. ഓക്കെ, ആ സമയത്ത് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ് എങ്ങനെയാണ്? ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. സോ വളരെ ശക്തവും അതുപോലെ തന്നെ സുഖകരവുമായ ഒരു വായുപ്രവാഹം, ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് എ സ്ട്രെച്ച് അവർ സെൽസ്. സോ നമ്മുടെ പോലെയായിരുന്നു, നമ്മുടെ കൈകാലുകൾ നിവർത്തി ഒരു ദീർഘനിശ്വാസം എടുക്കാൻ ആ ഒരു വായുപ്രവാഹം നമ്മളെ സഹായിച്ചു. Like a beam of light that pierced the darkness and removed the scales from our eyes. So ഗാന്ധിജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ്ഡ് ഡാർക്ക്നെസ്, അതായത് ഇരുട്ടിലേക്ക് തുളച്ചു കയറുന്ന ഒരു പ്രകാശത്തിൻ്റെ ബീമായിട്ടാണ് ഗാന്ധിജിയെ ഇന്ത്യക്കാർക്ക് അനുഭവപ്പെട്ടത്. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്, നമ്മളുടെ കണ്ണിൻ്റെ മൂടൽ അകറ്റാനായിട്ട് ആ പ്രകാശത്തിന് സാധിച്ചു. ലൈക്ക് എ വേൾഡ് വിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്, അതായത് എല്ലാത്തിനെയും
കടപുഴക്കുന്ന ആ ഒരു ചുഴലിക്കാറ്റായിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ ചിന്താധാരകൾ, അദ്ദേഹത്തിൻ്റെ വരവ് ജനങ്ങളുടെ ചിന്താധാരകളെ മാറ്റിമറിച്ചു. He did not descend from the top. He seemed to emerge from the millions of India speaking their language. ഒരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടി വീണ ഒരു വ്യക്തിയായിട്ടല്ല ഗാന്ധിജി വന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ ഭാഷ സംസാരിച്ച് അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. Get off the backs of these peasants and workers. ഈ പെസൻസിന്, കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും മുതുകിൽ നിന്ന് എഴുന്നേറ്റ് മാറും, അല്ലെങ്കിൽ അവരുടെ പുറത്തു കയറിയിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിൽ നിന്ന് ഓരോരുത്തരോടും ഒഴിഞ്ഞു മാറാനായിട്ട് ഗാന്ധിജി ആജ്ഞാപിക്കുകയാണ്. ഹി ടോൾഡ് us, all of you who live by their exploitation. നിങ്ങൾ എല്ലാവരും ഈ തൊഴിലാളികളെയും കൃഷിക്കാരെയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ വിയർപ്പ് കൊണ്ടാണ് ഭക്ഷിക്കുന്നത്. ഗെറ്റ് റിഡ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ഈ ഒരു ദാരിദ്ര്യവും ഈ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥ നിങ്ങൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരുടെ മുതുകിൽ നിന്ന് എഴുന്നേറ്റ് മാറും, കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും മുതുകിൽ നിന്ന് എഴുന്നേറ്റ് മാറും, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നിർത്തൂ എന്ന് ഗാന്ധിജി ഇവിടെ ആവശ്യപ്പെടുകയാണ്. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടന്റ്. അവിടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു പുതിയ മാനവും അതിന് ഒരു പുതിയ ദിശയും കൈവന്നു. Much that he said we only partially accepted or sometimes did not accept at all. സോ അദ്ദേഹം പറയുന്നത് നമ്മൾ വളരെ പാർഷ്യലി ആയിട്ടായിരിക്കാം ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നത്, വളരെ ഭാഗികമായിട്ടായിരിക്കും ഉൾക്കൊള്ളുന്നത്. ചില സമയങ്ങളിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ടില്ല എന്ന് തന്നെ പറയാം. ബട്ട് ഓൾ ദീസ് വാസ് സെക്കൻഡറി. അതെല്ലാം രണ്ടാമത്തെ കാര്യം മാത്രമാണ്. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ എസൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. നിർഭയത്വവും സത്യസന്ധതയുമാണ്. ആൻഡ് ആക്ഷൻ ലീഡ് ടു ദീസ്, ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് മാസസ് ഇൻ എ വ്യൂ. സോ അത് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫിയർലെസ്നെസ്സും ട്രൂത്തും ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ നന്മയാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത്. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya, fearlessness, not merely bodily courage but the absence of fear from the mind. So ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഏൻഷ്യന്റ് ബുക്സ്, പഴയ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു രാജ്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അഭയ എന്ന് പറയുന്നതാണ്. അഭയ എന്ന വാക്കിൻ്റെ അർത്ഥം ഫിയർലെസ്നെസ് എന്നാണ്. ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മിയർലി ബോഡ്ലി കറേജ്. സോ ഒരു ഫിസിക്കൽ കറേജിനെ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭയ ഓർ ഫിയർലെസ്നെസ്, ദ വേർഡ് മീൻസ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം അവർ മൈൻഡ്. നമ്മളുടെ മനസ്സിൽ നിന്ന് പേടി പൂർണ്ണമായും ഇല്ലാതായി മാറുക എന്നുള്ളതാണ് ഇവിടെ ഫിയർലെസ്നെസ് അല്ലെങ്കിൽ അഭയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The dominant impulse in India under British rule was that of fear. So ബ്രിട്ടീഷ് റൂളിൽ ബ്രിട്ടീഷുകാരെ അടക്കി ഭരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടൂൾ എന്ന് പറയുന്നത് ഈ ഫിയർ ആയിരുന്നു, ഈ ഒരു പേടിയായിരുന്നു. പെർവേസീവ്, ഒപ്രസിങ്, സ്ട്രാങ്ക്ലിംഗ് ഫിയർ. പെർവേസീവ് മീൻസ് ഡാമേജിങ് ദ മൈൻഡ്, അവരുടെ മനസ്സിനെ തന്നെ നശിപ്പിക്കുന്ന പെർവേസീവ് ഫിയർ. ഒപ്രസിങ്, അടിച്ചമർത്തുന്ന ഫിയർ. ആൻഡ് സ്ട്രാങ്ക്ലിംഗ് ഫിയർ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്ത്, അതായത് ശ്വാസോച്ഛ്വാസം പോലും കൃത്യമായി സുഗമമായി നടത്താൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യക്കാരനെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഒതുക്കി നിർത്തുന്ന ഒരു ഫിയർ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ദ ആർമി, പട്ടാളത്തെ പേടി. ഫിയർ ഓഫ് ദ പോലീസിനെ പേടി. വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, രഹസ്യ സർവീസുകാരെ പേടി. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ജോലിക്കാരെ പേടി. ഫിയർ ഓഫ് ലോസ് മെൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, ജയിലിലടയ്ക്കുകയും മനുഷ്യനെ അടിച്ചൊതുക്കുകയും ചെയ്യുന്ന നിയമത്തെ പേടി. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജന്റ്, ഭൂപ്രഭുവിൻ്റെ ഏജന്റിനെ പേടി. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പണം കൊടുക്കുന്നവനെ പേടി. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാവേഷൻ, തൊഴിൽരഹിതനാവും അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ള പേടി. വിച്ച് യുവർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, ഇതെല്ലാം ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളച്ചു മറിയുകയായിരുന്നു. It was against this all-pervading fear that Gandhiji's quiet and determined voice was raised.
ബി നോട്ട് അഫ്രൈഡ്. ഈ സമയത്താണ് ഗാന്ധിജിയുടെ വാക്കുകൾ ഉയർന്നു വന്നത്. ബി നോട്ട് അഫ്രൈഡ്, പേടിക്കേണ്ട കാര്യമില്ല. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്? നോട്ട് ക്വൈറ്റ്. ഇത് അത്ര എളുപ്പമുള്ള, നമുക്ക് കേൾക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ബി അഫ്രൈഡ് എന്ന് പറയുന്നത്. ബി നോട്ട് അഫ്രൈഡ്. And yet, fear builds its phantoms which are more fearsome than reality itself. And reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. So, and yet, fear builds its phantoms which are more fearsome than reality itself. So, fear create ചെയ്യുന്ന ആ ഒരു കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ദാറ്റ് ആർ മോർ ക്രൂവൽ ദാൻ ഒറിജിനൽ, ദാറ്റ് ആർ മോർ ക്രൂവൽ ദാൻ റിയാലിറ്റി. സത്യത്തെ അപേക്ഷിച്ച് അത് കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. പേടി ജനിപ്പിക്കുന്ന ഇമേജസ് ദാറ്റ് ആർ മോർ ക്രൂവൽ ദാൻ റിയാലിറ്റി. When calmly analyzed and its consequences willingly accepted, loses much of its terror. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. You just clearly analyze what is fear and you prepare yourself, or you prepare yourself to accept what happens. Then fear loses its terror. So എന്ത് സംഭവിച്ചാലും അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പേടിയുടെ ആ ഒരു ഭീകരത നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് ഗാന്ധിജി ജനത്തോട് പറയുകയാണ്. So suddenly, as it were, the black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. So ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം ആളുകളുടെ മനസ്സിൽ നിന്ന് പേടിയുടെ ആ ഒരു മൂടുപടം പതിയെ മാറി. പൂർണ്ണമായും മാറി എന്ന് പറയുന്നില്ല, പക്ഷേ വലിയ ഒരു ശതമാനം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആ പേടിയുടെ മൂടുപടം മാറി. As fear is close companion to falsehood, so truth follows fearlessness. പേടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലോസ് കമ്പാനിയൻ ഓഫ് ഫാൾസ്ഹുഡ്. അതായത് തെറ്റിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് പേടി എന്ന് പറയുന്നത്. ബട്ട് ഫാൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. അതുകൊണ്ട് സത്യം എപ്പോഴും നിർഭയത്തെ ഫോളോ ചെയ്യുന്നു, നിർഭയത്തെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് പേടി എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിനോട് അടുത്ത് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സത്യം എപ്പോഴും നിർഭയത്തെ ഫോളോ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിർഭയത്വമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ സത്യസന്ധതയുണ്ട് എങ്കിൽ അവിടെ പേടിക്ക് അല്ലെങ്കിൽ ഫിയറിന് ഒരു സാധ്യതയുമില്ല എന്നാണ് ഇവിടെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. So അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരും മൊത്തം ഒരു നിമിഷം കൊണ്ടൊന്നും ട്രൂത്ത്ഫുള്ളായി എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ സത്യസന്ധരായി എന്ന് പറയുന്നില്ല. ഒരു നിമിഷം കൊണ്ട് അവരെല്ലാം പേടിയില്ലാത്ത ആളുകളായി എന്ന് പറയുന്നില്ല. പക്ഷെ ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം ഇന്ത്യക്കാർ ഭൂരിഭാഗം ആളുകളും, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും പേടിയെയും അതുപോലെ തന്നെ ഫാൾസ്ഹുഡിനെയും, അതായത് തെറ്റായ കാര്യങ്ങളെയും ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയാണ്. കാരണം ആളുകളുടെ ഉള്ളിൽ നിന്ന് പേടി പോയി. ആളുകൾ അസത്യത്തെ പരിപൂർണമായി അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും ഉപേക്ഷിക്കാൻ ഇന്ത്യക്കാർ, പേടിയെയും അസത്യത്തെയും ഭാഗികമായെങ്കിലും ഉപേക്ഷിക്കാൻ ഇന്ത്യക്കാർ ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം കുറച്ചെങ്കിലും തയ്യാറായി എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. അതൊരു മനഃശാസ്ത്രപരമായ മാറ്റമായിരുന്നു. Almost as if some expert in psychoanalytical methods had probed deep into the patient's past, found that the origins of his complexes, exposed them to his view, and thus rid him of that burden. So ഗാന്ധിജിയുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഒരു സൈക്കോളജിസ്റ്റ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയി അവൻ്റെ പാസ്റ്റ്, അവൻ്റെ ഭൂതം അവൻ്റെ മുന്നിൽ അനാവരണം ചെയ്ത് അവനെ കണ്ട് തന്നെ അത് അനലൈസ് ചെയ്യിച്ച് അവൻ്റെ മനസ്സിനുള്ളിലെ പ്രശ്നങ്ങളെല്ലാം അവനെ കണ്ട് തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സൂത്രക്കാരനായ സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു രീതിയാണ് ഗാന്ധിജി ഇവിടെ പിന്തുടരുന്നത്. അതായത് ഇന്ത്യക്കാരനോട് നിങ്ങൾ ഇത്രയും കാലം അസത്യത്തെയും അതുപോലെ തന്നെ പേടിയെയുമാണ് ഫോളോ ചെയ്തത് എന്ന് ഇന്ത്യക്കാരനോട് പറഞ്ഞ്, നിങ്ങൾ അസത്യത്തെയും പേടിയും അല്ല ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സത്യത്തെയും
അതുപോലെ തന്നെ നിർഭയത്വത്തെയുമാണ് എന്ന് ഇന്ത്യക്കാരനോട് പറഞ്ഞ് അതാണ് ശരി എന്ന് അവനെ പഠിപ്പിച്ച ഒരു മഹാനായ ഒരു മനഃശാസ്ത്രജ്ഞനായാണ് ഗാന്ധിജി ഇവിടെ വരുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്. There was the psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. So എന്തായാലും ഗാന്ധിജിയുടെ ഈ ഒരു സൈക്കോളജിക്കൽ മൂവ് ഫലം കണ്ടു. അതായത് ഇത്രയും നാണം കെട്ട ഒരു ജീവിതം ഇനി തുടരേണ്ട, യാതൊരു പരിചയവുമില്ലാത്ത ഒരു രാജ്യത്തിന് കീഴിൽ ഇത്രയും നാണം കെട്ട രീതിയിൽ അവൻ അടിമയായി സബ്മിസീവായി ഇനി ജീവിതം തുടരേണ്ട എന്ന് ഒരു നല്ലൊരു ശതമാനം ഇന്ത്യക്കാരും ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം നല്ലൊരു ശതമാനം ഇന്ത്യക്കാരും ആ ആഹ്വാനം ഏറ്റെടുത്തു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. We did not grow much more truthful perhaps that we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull us up and shape us into truth. So ഇന്ത്യക്കാർ മുഴുവൻ പൂർണ്ണമായും സത്യസന്ധരായി എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഇന്ത്യക്കാരെല്ലാം പൂർണ്ണമായും സത്യസന്ധരായി എന്ന് പറയാൻ തെളിവുകളുമില്ല. പക്ഷേ ഗാന്ധിജി എല്ലായ്പ്പോഴും പൂർണ്ണമായും സത്യസന്ധനായി തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അദ്ദേഹം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഇവിടെ രസകരമായ ഒരു കാര്യമാണ്. വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? I do not know for certain. എനിക്ക് വളരെ കൃത്യമായി എന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത്സ് ആർ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് us. നമ്മളുടെ സത്യം എന്ന് പറയുന്നത് റിലേറ്റീവാണ്, അല്ലെങ്കിൽ അത് മറ്റ് ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് നമ്മളുടെ സത്യം എന്ന് പറയുന്നത്. ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് us. അതുമാത്രമല്ല, പരിപൂർണമായ സത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളെ സംബന്ധിച്ചോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടാക്കനിയാണ് എന്നാണ് ഇവിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. വ്യത്യസ്ത ആളുകൾ സത്യത്തെ വ്യത്യസ്ത രീതിയിലാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അവർക്കെല്ലാം സത്യത്തോട് വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഉള്ളത്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. ഓരോ വ്യക്തിയും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൻ ജീവിച്ചു വളർന്നു വന്ന ആ ഒരു സാഹചര്യം, അവന് ലഭിച്ച ട്രെയിനിങ്സ്, അവന് കിട്ടിയ ഇമ്പൾസസ്, ഇതെല്ലാം ഓരോ വ്യക്തിയും വളരെ ശക്തമായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. സോ ഓൾസോ ഗാന്ധിജിയും അതുപോലെയായിരുന്നു ഗാന്ധിജിയും. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. സോ ഓരോ വ്യക്തിയും എടുത്താൽ സത്യം എന്ന് പറയുന്ന അയാൾ എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അയാൾ എന്താണോ അതിനെക്കുറിച്ച് അയാൾക്ക് അറിയാവുന്നത്, അതാണ് ഓരോരുത്തർക്കും സത്യം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം ഓരോ വ്യക്തിയും അപേക്ഷിച്ച് സത്യം മാറിക്കൊണ്ടിരിക്കും. According to this definition, I do not know of any person who holds to the truth as Gandhi does. So ഈ ഒരു ഡെഫിനേഷൻ വെച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഗാന്ധിജിയെ പോലെ സത്യത്തെ കൊണ്ടു നടക്കുന്ന വേറൊരാളെ എനിക്ക് അറിയില്ല. That is a dangerous quality in a politician, for he speaks out his mind and even lets the public see its changing faces. സോ ഒരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായ അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ച് അവൻ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും അത് ജനം കാണേണ്ടി വരികയും ചെയ്യും എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനാണ്. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. സോ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിനായ ആളുകളെ ഗാന്ധിജി പല തലത്തിലാണ് സ്വാധീനം ചെലുത്തിയത്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദർ ലിവ്സ്. ചില ആളുകൾ അവരുടെ ജീവിതം പൂർണ്ണമായും ഗാന്ധിജിയുടെ ആഹ്വാനത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. അതേഴ്സ് വർ ഓൺലി പാർട്ട്ലി അഫക്റ്റഡ്. ഒരു വിഭാഗം വളരെ ഭാഗികമായി മാത്രമാണ് അതിനെ സ്വീകരിച്ചത്. ഓർ ദ എഫക്റ്റ് വോർ ഓഫ് ആൻഡ് യെറ്റ് നോട്ട് ക്വയറ്റ്. ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൻ ഓഫ്. സോ ഓർ ദ എഫക്റ്റ് വോർ ഓഫ്, ചില സ്ഥലങ്ങളിൽ ഗാന്ധിജിക്ക് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് യെറ്റ് നോട്ട് ക്വയറ്റ്, ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൻ ഓഫ്. അതുമാത്രമല്ല, ചില ആളുകൾ അവരുടെ ഇത്തരം സ്വഭാവ സവിശേഷതകളൊന്നും തന്നെ പൂർണ്ണമായും ഒഴിവാക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർ എല്ലാം പഴയവരായി തന്നെ അങ്ങനെ നിന്നതുകൊണ്ട് അത്തരം ആളുകളിൽ ഗാന്ധിജിക്ക് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചില വിഭാഗം ആളുകളെ ഭാഗികമായിട്ട് മാത്രമേ അദ്ദേഹത്തിന്
അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചുള്ളൂ. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. സോ ഓരോ ആളുകളും അവരവരുടേതായ രീതിയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ഉത്തരങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. രണ്ട് വ്യത്യസ്ത പ്രവർത്തന രീതികളുമായിട്ടാണ് ഗാന്ധിജി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ഫസ്റ്റ് വൺ ഈസ് there was of course the action involved in challenging and resisting the foreign rule. ആദ്യത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ the action involved in challenging and resisting the foreign rule. വൈദേശിക ആധിപത്യത്തിന് എതിരെയുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധം ആയിട്ടാണ് ആദ്യത്തത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. There was also the action which led us to fight against our own social evils. Then രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഗാന്ധിജിയുടെ പോരാട്ടമായി നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ആക്ഷനെ ഒരു ടു ഫോൾഡ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള പ്രതികരണം, പ്രതിഷേധം. രണ്ട്, ഇന്ത്യയിൽ തന്നെയുള്ള സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. Apart from the fundamental objective of the Congress, കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഫ്രീഡം ഓഫ് ഇന്ത്യ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ. ദ പ്രിൻസിപ്പൽ പ്ലാൻസ് ഓഫ് ദ കോൺഗ്രസ് വർ നാഷണൽ യൂണിറ്റി വിച്ച് ഇൻവോൾവ് the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. So കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, അതായത് വളരെ സമാധാനപരമായ മാർഗത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. എങ്കിലും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ദേശീയ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ദേശീയ ഐക്യവും അധകൃതരുടെ ഉന്നമനവും തൊട്ടുകൂടായ്മ എന്ന ആശയത്തെ നിർമ്മാർജ്ജനം ചെയ്യലും ഒക്കെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനപരമായ ഒരു നീക്കത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഉച്ചനീചത്വങ്ങളെ ഒഴിവാക്കുക, അതായത് അധകൃതരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള സമീപനം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരു ആശയവും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്ന രണ്ട് ആശയങ്ങളായിരുന്നു. ഒന്ന്, ഫോറിൻ റൂളിനെതിരെ, അതായത് വിദേശാധിപത്യത്തിനെതിരെ പ്രതികരിക്കുക. രണ്ട്, ഇന്ത്യയിൽ തന്നെയുള്ള സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെയും പ്രതികരിക്കുക. ഈ രണ്ട് ആശയങ്ങളായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത്. ഓക്കെ, റിയലൈസിംഗ് ദാറ്റ് ദ മെയിൻ props of British rule were fear, prestige and the cooperation of the people and certain classes whose vested interests were centered in British rule. Gandhiji attacked these foundations. So ഗാന്ധിജിക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അതായത് പേടിയായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അടിസ്ഥാന ആണിക്കല്ല് എന്ന് പറയുന്നത്, അതായത് ജനങ്ങളെ പേടിപ്പിച്ച് അവരെ ഭരിക്കുക. രണ്ട്, പ്രസ്റ്റീജ്, ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ. ഇവിടെ പ്രസ്റ്റീജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഭിമാനം, അതായത് ചില ആളുകളുടെ അഭിമാനം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അഭിമാനം, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഞങ്ങൾ കോളനൈസ് ചെയ്യുന്നു എന്നുള്ളവരുടെ ഒരു അഭിമാനം. ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, അതായത് ഇന്ത്യയിലുള്ള ചില വിഭാഗം ജനങ്ങളുടെ സഹായ സഹകരണം. ആൻഡ് സർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വർ സെൻറ്റേർഡ് ഇൻ ദ ബ്രിട്ടീഷ് റൂൾ. അതുമാത്രമല്ല ചില വിഭാഗം ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണകൂടത്തോടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എല്ലാം ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കല്ല് എന്ന് പറയുന്നത്. ഗാന്ധിജി അറ്റാക്ട് ദീസ് ഫൗണ്ടേഷൻസ്. ഈ അടിസ്ഥാന ആണിക്കല്ലുകൾക്കെതിരെ എല്ലാം ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പടവാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ
നയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ടൈറ്റിൽസ് were to be given up and though the title holders responded to this only in small measure. സോ ഗാന്ധിജി ആഹ്വാനം ചെയ്ത മറ്റൊരു കാര്യമാണ് ടൈറ്റിൽസ് എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. അതായത് ബ്രിട്ടീഷ് ഭരണം നിങ്ങൾക്ക് തന്ന എല്ലാ ടൈറ്റിലും, അതായത് സർ, ലോർഡ്, ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ. ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ നമ്മൾ സർ രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ സർ എന്ന് പറയുന്ന ടൈറ്റിൽ അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടൈറ്റിലുകളും അങ്ങനെയുള്ള ബഹുമതികളും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഭാഗം ജനങ്ങളൊന്നും അത് ചെവിക്കൊണ്ടില്ല. കാരണം ആളുകൾക്കെല്ലാം അത്തരം ടൈറ്റിലുകളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഹ്വാനത്തെ ശരിയായ രീതിയിൽ കണ്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദ ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് ഡിസപ്പിയർ. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ആളുകൾ ടൈറ്റിലുകൾ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയതോടെ ഈ ബ്രിട്ടീഷ് ടൈറ്റിലുകളുടെ ഒരു പ്രഭാവം ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതായത് ഇന്ത്യക്കാർക്കൊന്നും തന്നെ ബ്രിട്ടീഷ് ടൈറ്റിലുകളിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നു. New standards and values were set up, and the pomp and splendor of the viceregal court and the princess suddenly appeared supremely ridiculous. So എന്തായാലും ഇതിനുശേഷം പുതിയ ചില നിയമങ്ങളും പുതിയ ചില അല്ലെങ്കിൽ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പോംപ് ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദ വിസറഗൽ കോർട്ട്, അതായത് വൈസ്രോയിയുടെ ആ ഒരു മഹത്വവും ആഢ്യത്വവും എല്ലാം പതിയെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലാതായി തുടങ്ങി. ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി റെഡിക്കുലസ്. അതുമാത്രമല്ല, രാജ്ഞി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആളുകളുടെ ഇടയിൽ ഒരു റെഡിക്കുലസ് തിങ് ആയിട്ട് മാറി എന്നുള്ളതും ഈ ഒരു ഗാന്ധിജിയുടെ ആഹ്വാനത്തിൻ്റെ ഒരു പരിണിത ഫലമായി സംഭവിച്ചതാണ്. റിച്ച് മെൻ വർ നോട്ട് സോ ആങ്ഷ്യസ് ടു ഫ്ലോട്ട് ദ റിച്ചസ്. സോ സമ്പത്തുള്ളവൻ തൻ്റെ സമ്പത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുന്ന ആ ഒരു സമ്പ്രദായത്തോട് ജനങ്ങൾക്കുള്ള താല്പര്യം പതിയെ കുറഞ്ഞു വന്നു. Outwardly, at least, many of them adopted simpler ways, and in their dress became almost indistinguishable from humbler folk. അത് തന്നെയല്ല, വലിയൊരു ശതമാനം ആളുകൾ തങ്ങൾ റിച്ച് ആണെങ്കിൽ പോലും തങ്ങളുടെ ആ റിച്ച്നെസ് പുറത്ത് കാണിക്കാത്ത നിലയിലേക്ക് വന്നു. അതുമാത്രമല്ല, അവർ പുറമേ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുറച്ച് ലളിതമായ വസ്ത്രധാരണ രീതി എല്ലാം ഈ ഒരു വിഭാഗം ആളുകൾ പാലിച്ചു വന്നു, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഒരു രസകരമായ കാര്യമാണ്. ബിക്കം ഓൾമോസ്റ്റ് ഡിസ്റ്റിങ്ക്യൂഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്ക്. അതായത് സാധാരണ രീതിയിലുള്ള സാധാരണക്കാരുടെ ഡ്രസ്സ് ധരിച്ച് പണക്കാരനും നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായി. He sent us to the villages, and the countryside hummed with the activity of innumerable messengers of the new gospel of action. സോ ഗാന്ധിജി ഞങ്ങളെ എല്ലാവരെയും ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ഗ്രാമങ്ങളിൽ ഇത്തരം ധാരാളം പുതിയ മെസ്സഞ്ചേഴ്സ്, പുതിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ എത്തി എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു. The peasant was shaken up and he began to emerge from his shell. ഇവിടെ കർഷക ജനത, കൃഷിക്കാരൻ പിടിച്ച് ഉലയ്ക്കപ്പെടുകയാണ് ചെയ്തത് ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തോടെ. കാരണം കർഷകരാണ് ഇന്ത്യയുടെ ശക്തി എന്ന് ഗാന്ധിജി തിരിച്ചറിയുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ ആ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആളുകളെല്ലാം ഗ്രാമങ്ങളിലേക്ക് പോവുകയും അവിടെ കർഷകരെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ കർഷകരുടെ ഇടയിലേക്ക് കൈമാറാൻ ഈ സന്ദേശവാഹകരോട് ഗാന്ധിജി ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരം സന്ദേശങ്ങൾ കർഷകരുടെ ഉള്ളിലേക്ക് ചെന്നതോടെ കർഷകരെ ഉത്തേജിപ്പിക്കപ്പെടുകയും അവരുടെ ആ ഒരു ഷെല്ലിൽ നിന്ന്, അവരുടെ ആ ഒരു കൂടാരങ്ങളിൽ നിന്ന് പുറത്തു വരാൻ അവരെല്ലാം സജ്ജരാകുകയും ചെയ്തു. The effect on us was different but equally far-reaching, for we saw for the first time, as it were, the villager in the intimacy of his mud hut, and with the stark shadow of hunger always pursuing him. So ഇവിടെ ഇതിൻ്റെ ഫലം വളരെ വ്യത്യസ്തവും ദൂരവ്യാപകവുമായ ഒരു ഫലമായിരുന്നു. നമുക്കൊരു തിരിച്ചറിവുണ്ടായി. അതായത് ഗ്രാമീണൻ അവൻ്റെ മഡ്ഹട്ടിൽ, അവൻ്റെ ചെളി കൊണ്ട് കുഴച്ചുണ്ടാക്കിയ ആ കുടിലിൽ ദരിദ്രനും പേടിച്ച് അരണ്ടവനുമായിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന സത്യം ഞങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി.
We learned our Indian economics more from these visits than from books and learned discourses. സോ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്ന ഇന്ത്യക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് വെറും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. യഥാർത്ഥ ഇന്ത്യക്കാരനും അവൻ്റെ ജീവിതവും എന്താണ് എന്നറിയണമെങ്കിൽ ഗ്രാമങ്ങളിൽ പോയി അവൻ്റെ മൺകൂടാരങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥ ഇന്ത്യക്കാരൻ്റെ ജീവിതം മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള വലിയൊരു സന്ദേശവും കൂടെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. So നാം അഭിമുഖീകരിച്ച വൈകാരിക രംഗങ്ങൾ അല്ലെങ്കിൽ വൈകാരിക അനുഭവങ്ങൾ ശക്തവും സുദൃഢവും ആയിരുന്നതുകൊണ്ട്, അതായത് ഈ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന വൈകാരിക നിമിഷങ്ങൾ, അതായത് ഗ്രാമീണരുമായിട്ടുള്ള ഞങ്ങളുടെ ആ ഒരു ഇൻട്രാക്ഷൻസ്, അവരുമായിട്ടുള്ള ഞങ്ങളുടെ എക്സ്പോഷർ, അത് വളരെ ശക്തവും സുദൃഢവുമായിരുന്നതുകൊണ്ട് there could be no going back for us to our old life or our old standards. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഴയ ജീവിത രീതികളിലേക്കോ പഴയ പ്രമാണ സംഹിതകളിലേക്കോ ഒരു മടങ്ങിപ്പോക്കിന് ഞങ്ങളാരും തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കതാർക്കും സാധിക്കുമായിരുന്നില്ല. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്? സോ തൻ്റെ ആഗ്രഹങ്ങളിലും വിശ്വാസങ്ങളിലും അധിഷ്ഠിതമായി ഗാന്ധിജി വാർത്തെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇന്ത്യ എങ്ങനെയുള്ള ഒരു ഇന്ത്യയായിരുന്നു? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ ഷാൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ ഇൻ വിത്ത് ദ പൂറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദ കൺട്രി. അതായത് ഏറ്റവും പാവപ്പെട്ടവനും ഇത് എൻ്റെ രാജ്യമാണ് എന്ന് ഒരു ചിന്ത ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതായത് ഏറ്റവും സാധാരണക്കാരനും അവൻ്റെ മനസ്സിൽ തോന്നണം ഇത് എൻ്റെ രാജ്യമാണ് എന്ന്. ആ രീതിയിലുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. In whose making they have an effective voice, an India in which there shall be no high class and low class of people. So in whose making they have an effective voice. അങ്ങനെ ഒരു ഇന്ത്യയുടെ നിർമ്മിതിയിൽ ഓരോ വ്യക്തിക്കും അവൻ്റേതായ ശബ്ദമുണ്ടായിരിക്കും, അവൻ്റേതായ അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിക്കാം. An India in which there shall be no high class and low class of people. ഒരു ഹൈ ക്ലാസ് പീപ്പിളും അല്ലെങ്കിൽ ലോ ക്ലാസ് പീപ്പിൾ എന്നുള്ള ഒരു വേർതിരിവ് ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ. അതായത് ഞാൻ വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിൽ there will be no high class, there will be no low class. An India in which all communities shall live in perfect harmony. അതായത് എല്ലാ കമ്മ്യൂണിറ്റീസും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും സമാധാനത്തോടും സന്തോഷത്തോടും ഒരുമയോടും കൂടി കഴിയുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. An India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. സോ അൺടച്ചബിലിറ്റിക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത ഇന്ത്യ, അതായത് തൊട്ടുകൂടായ്മയ്ക്ക് തീണ്ടായ്മയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു ഇന്ത്യ. അതുപോലെ തന്നെ ഡ്രഗ്സിനും യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇന്ത്യ. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒരു സാധ്യതയും ഇല്ലാത്ത ഇന്ത്യ. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. പുരുഷന്മാരുടെ അതേ അവകാശ സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഇന്ത്യ. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യ എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഐ ഷാൽ വർക്ക് ഫോർ ഇന്ത്യ വേർ the poorest shall feel that this India is theirs, and in whose making they have an voice. The poor will have an voice in the making of India. Then third, an India in which there shall be no high class and low class. Then fourth point, an India in which all communities shall live in perfect harmony. Then fifth point, there can be no room for untouchability. Next point, there shall be no room for drinks and drugs. Then next point, women will be treated just like us men. സോ ഇത്തരം ഒരു ഇന്ത്യയാണ് ഗാന്ധിജിയുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യ. സോ വാട്ട് വാസ് ദ ഇന്ത്യ ഓഫ് ഗാന്ധിജീസ് ഡ്രീം? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ആക്ഷൻ വാസ് ടു ഫോൾഡ്. വാട്ട് വാസ് ദ ടു ഫോൾഡ് ആക്ഷൻ ഓഫ് ഗാന്ധിജി?
action involved in Gandhiji's exhortation. ഗാന്ധിജിയുടെ എക്സോർട്ടേഷനിൽ പറയുന്ന ആ ഒരു ടു ഫോൾഡ് ആക്ഷൻ എന്താണ്? ദെൻ വാട്ട് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് അക്കോർഡിംഗ് ടു ഗാന്ധിജി? എന്താണ് ഫിയർലെസ്നെസ്സും ട്രൂത്തും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം? ഈ ഒരു 3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ലെറ്റ് us continue. This is the India of my dreams. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religions within the fold of truth. So അദ്ദേഹത്തിൻ്റെ ഹിന്ദു ഇൻഹെറിറ്റൻസിൽ, അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വത്തിൽ അദ്ദേഹം വളരെയേറെ അഭിമാനം കൊണ്ടിരുന്ന ഗാന്ധിജി ഹിന്ദുത്വം എന്ന കോൺസെപ്റ്റിന്, ഹിന്ദുയിസം എന്ന കോൺസെപ്റ്റിന് ഒരു സാർവലൗകികമായ മാനം കൂടി നൽകാനായി എപ്പോഴും ശ്രമിച്ചിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ചെയ്തിരുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. സത്യത്തിലേക്ക് ലോകത്തുള്ള സകല മതങ്ങളെയും ഉൾക്കൊള്ളിക്കാനും, സത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ട്രൂത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ലോകത്തിലുള്ള സകല മതത്തെയും കൊണ്ടുവരാനായും ഗാന്ധിജി ശ്രമിക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആ ഒരു മുഖാവരണത്തിലൂടെ ലോകത്തിലുള്ള സകല മതങ്ങളെയും നോക്കിക്കാണാനായിട്ട് ഗാന്ധിജി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. He refused to narrow his cultural inheritance. അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഇൻഹെറിറ്റൻസിനെ, സാംസ്കാരികമായ പാരമ്പര്യത്തെ ഒരിക്കലും അദ്ദേഹം ചെറുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ നാരോ ചെയ്യാനോ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ഇന്ത്യൻ കൾച്ചർ, ഹി റോട്ട്, ഈസ് നീദർ ഹിന്ദു, ഇസ്ലാമിക്, നോർ എനി അതർ കോളിംഗ്. സോ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരിക്കലും ഹിന്ദുയിസമോ അല്ലെങ്കിൽ ഇസ്ലാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൾച്ചറോ അല്ലെങ്കിൽ മതമോ ഒന്നുമല്ല. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് ലോകത്തുള്ള സകല മതത്തിൻ്റെയും ലോകത്തുള്ള സകല കൾച്ചറിൻ്റെയും ഒരു ഫ്യൂഷനാണ്, ഒരു കൂടിച്ചേരലാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. Again he said, I want the culture of all lands to be blown about my house as freely as possible. സോ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള സകല സംസ്കാരവും സകല മതവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആവുന്ന വിധത്തിൽ പുഷ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പടർന്ന് പന്തലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ബട്ട് ഐ റിഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. പക്ഷേ തൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഐ റിഫ്യൂസ് ടു ലീവ് ഇൻ അതേഴ്സ് പീപ്പിൾസ് ഹൗസസ് ആസ് ആൻ ഇന്റർലോപ്പർ ഓർ എ ബെഗർ ഓർ എ സ്ലേവ്. അദ്ദേഹം മറ്റൊരാളുടെ ഭവനത്തിൽ ഒരു കടന്നുകയറ്റക്കാരനായോ അല്ലെങ്കിൽ ഒരു യാചകനായോ അല്ലെങ്കിൽ ഒരു അടിമയായോ ജീവിക്കാനായിട്ട് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. Influenced by modern thought currents, he never let go of his roots and clung to them tenaciously. So influenced by modern current, അതായത് ആധുനിക സാംസ്കാരിക പ്രവാഹം ഗാന്ധിജിയെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ റൂട്ട്സിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാനായിട്ട് ഗാന്ധിജി ഒരിക്കലും തന്നെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. സോ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനും, അതായത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി നിലകൊണ്ട അസാധാരണമായ ശക്തിവിശ്വാസവും ആത്മവിശ്വാസവും കൈമുതലായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചു എന്ന് പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു വെക്കുന്നത്. കാരണം ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യന് അത്രയേറെ ശക്തിയും അത്രയേറെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവറും ഉണ്ടായിരുന്നു. കാരണം അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകളായ ട്രൂത്ത്ഫുൾനെസ്, അതുപോലെ തന്നെ ഫിയർലെസ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. Then he seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to that future of life and hope. So he seemed to them to link up the past with the future and to seem to them to link up the past with the future and to make the dismal present appear just as a stepping stone to that future of life and hope.
ഭൂതകാലത്തെ ഭാവിയുമായി ബന്ധിപ്പിക്കാനും നിലവിലുള്ള സങ്കടങ്ങളെ നല്ല നാളുകളുടെ പ്രതീക്ഷകളിലേക്കുള്ള ചവിട്ടുപിടിയായി മാറ്റാനും നിലകൊണ്ട വ്യക്തിയായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. അതായത് ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ജനങ്ങൾ ഭൂതകാലത്തെ പ്രസന്റായും അതുപോലെ തന്നെ വർത്തമാനകാലമായും ഭാവി കാലത്തോടും കൂടി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ണിയായിട്ട് കുറേ ജനങ്ങൾ ഗാന്ധിജിയെ കണ്ടു. അതുമാത്രമല്ല, സങ്കടങ്ങളെയെല്ലാം മാറ്റി പ്രതീക്ഷയുടെ ഒരു നല്ല നാള് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിയായും ഒരു വിഭാഗം ജനങ്ങൾ ഗാന്ധിജിയെ കണ്ടു എന്നുള്ളത് ഗാന്ധിജിയുടെ ക്യാരക്ടറിൻ്റെ ഒരു സവിശേഷതയാണ്. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think and what to do. തൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരെയും എതിർക്കുന്നവരെയും എന്ത് ചിന്തിക്കണമെന്നോ എന്ത് പ്രവർത്തിക്കണമെന്നോ അറിയാതെ നിസ്സംഗത പാലിക്കുന്നവരെയും ഒരേപോലെ മാനസികമായ പരിവർത്തനത്തിന് വിധേയരാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. Thus he effected the vast psychological revolution not only among those who followed his lead, അദ്ദേഹത്തിൻ്റെ നായകസ്ഥാനം അംഗീകരിക്കുന്ന ആളുകൾ, and among those but also among his opponents, അദ്ദേഹത്തിൻ്റെ എതിരാളികൾ, and those many neutrals, നിസ്സംഗരായി നിലനിൽക്കുന്ന ആളുകൾ, അതായത് ആ വിഭാഗത്തിലും ചേർന്നില്ല ഈ വിഭാഗത്തിലും ചേരാൻ നിൽക്കുന്ന ആളുകൾ, who could not make up their minds what to think and what to do. സോ അവരെ പോലും അദ്ദേഹത്തിന് ആകർഷിച്ച് തൻ്റെ ആകർഷക വലയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഗാന്ധിജിയുടെ ക്യാരക്ടറിൻ്റെ വലിയൊരു സവിശേഷതയാണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി ഏകദേശം പറഞ്ഞു തീർന്നിരിക്കുന്നു. ഇനി ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ കൂടി നമ്മുടെ ക്ലാസ്സുകളും മറ്റും ഷെയർ ചെയ്യുക. അവരോടുകൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.